ആഗോള കത്തോലിക്ക സഭയുടെ തലവനും അതുപോലെ തന്നെ വത്തിക്കാൻ സിറ്റി എന്ന സിറ്റി സ്റ്റേറ്റിൻ്റെ സോവറിനുമായിട്ടുള്ള പോപ്പ് ഫ്രാൻസിസ് കാലം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പലതരത്തിലുള്ള സംശയങ്ങൾ ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒരു പോപ്പ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളുമായും മൃതസംസ്കാരവുമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ഫോളോ ചെയ്യുന്ന പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു പോപ്പിന് ശേഷം അടുത്ത ഒരു പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറുകൾ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഒരു മാർപ്പാപ്പ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ, അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരം, പുതിയൊരു പാപ്പയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പല കാലഘട്ടങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള മാറ്റങ്ങൾ ഈ പ്രൊസീജിയറുകളിൽ വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറുകളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു മാർപ്പാപ്പ കാലം ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നടപടിക്ക് നേതൃത്വം നൽകുന്നത് ക്യാമർലെങ്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഓഫീസറാണ്. മാർപ്പാപ്പയുടെ കീഴിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ഫൈനാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു കാർഡിനൽ പദവിയിലുള്ള ഓഫീസറാണ് ഈ ക്യാമർലെങ്കോ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർപ്പാപ്പയുടെ ശരീരത്തിന് അടുത്ത് നിന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ബാപ്റ്റിസമൽ നെയിം അല്ലെങ്കിൽ മാമോദീസ പേര് 3 പ്രാവശ്യം ഉറക്കെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പേര് വിളിക്കുമ്പോഴുള്ള റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കും. പണ്ട് കാലത്ത് ഇങ്ങനെ പേര് വിളിക്കുന്നതിനോടൊപ്പം ഒരു ചെറിയ സിൽവർ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ ശിരസിൽ പതിയെ തട്ടുക കൂടി ചെയ്യുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തൊന്നും ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നില്ല എന്നും പൊതുവെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്നത് എന്ന് കാണാം. എന്നാൽ ഇങ്ങനെ മാത്രമല്ല, വൈദ്യശാസ്ത്രത്തിൻ്റെ കൂടി സഹായം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഡോക്ടർമാരുടെയൊക്കെ സാമീപ്യത്തിൽ ECG ഒക്കെ പോലെയുള്ള സങ്കേതങ്ങളും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ മരണം കൺഫേം ചെയ്യുകയാണ്. ഇനി മാർപ്പാപ്പയുടെ മരണം കൺഫേം ആയി കഴിയുമ്പോൾ അടുത്തതായി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അധികാര ചിഹ്നങ്ങൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരം, ഇതിനെയാണ് ഫിഷർമൻസ് റിങ് എന്ന് പറയുന്നത്. ആ മോതിരം ഡിസ്ട്രോയ് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ ആ മോതിരത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിഹ്നത്തെ ഉരച്ച് നശിപ്പിക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ മറ്റൊരു അധികാര ചിഹ്നമാണ് അദ്ദേഹത്തിൻ്റെ പേപ്പൽ സീൽ എന്ന് പറയുന്നത്. ഈ സീലിനെയും നശിപ്പിച്ച് കളയുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ സീല്, ഈ മോതിരം പോലെയുള്ള അധികാര ചിഹ്നങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത്. ഇനി ഇതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് മാർപ്പാപ്പ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പേപ്പൽ അപ്പാർട്ട്മെൻറ്റ്, ഈ അപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്ത് ഇത് സീല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ വിലപിടിപ്പുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ വർക്കുകളോ രേഖകളോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ പണ്ട് കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ മോഷണം പോവുക, ദുരുപയോഗം ചെയ്യപ്പെടുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നിരുന്നതുകൊണ്ട് അതിനൊക്കെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പേപ്പൽ അപ്പാർട്ട്മെൻറ്റ് സീല് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഈ പേപ്പൽ അപ്പാർട്ട്മെൻറ്റ് പിന്നീട് തുറന്ന് മറ്റ് സജ്ജീകരണങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഇതിന് ശേഷമുള്ള പ്രധാന നടപടി എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ മരണവിവരം ലോകത്തിന് മുന്നിൽ അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കോളേജ് ഓഫ് കാർഡിനൽസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോഡി നമുക്ക് കാണാം. അതിലേക്ക് നമ്മൾ പിന്നീട് കടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തലവനായിട്ടുള്ള ഡീൻ ഓഫ് കോളേജ് ഓഫ് കാർഡിനൽസ് ആണ് ഈ മാർപ്പാപ്പയുടെ മരണവിവരം എല്ലാവർക്കും മുന്നിലേക്ക് വെക്കുന്നത്. അത് കോളേജ് ഓഫ് കാർഡിനൽസിനെ അറിയിക്കുന്നു, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളെ അറിയിക്കുന്നു. അതിൻ്റെ ഒരു മീഡിയ, ഒരു പ്രസ് റിലീസ് മുന്നോട്ട് വെക്കുന്നത് ഈ ഡീൻ ഓഫ് കോളേജ് ഓഫ് കാർഡിനൽസ് ആണ് എന്ന് കാണാം. ഇനി ഇതിനോടൊപ്പം മറ്റൊരു അനൗൺസ്മെൻറ്റ് കൂടി മുന്നോട്ട് വരികയാണ്. അതിനെയാണ് സെഡേ വെക്കാൻഡേ എന്ന് പറയുന്നത്. അതായത് മാർപ്പാപ്പയുടെ സീറ്റ് ഒഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാര സ്ഥാനം വേക്കൻ്റ് ആയിരിക്കുന്നു എന്നാണ് ഈ ഒരു അറിയിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു അനൗൺസ്മെൻറ്റ് മുതൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നുള്ള അനൗൺസ്മെൻറ്റ് വരെയുള്ള ആ ഒരു കാലഘട്ടം, അതിനെയാണ് ഇൻ്ററഗ്നം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമർലെങ്കോ, അതുപോലെ തന്നെ ഡീൻ ഓഫ് കോളേജ് ഓഫ് കാർഡിനൽസ്, ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് എല്ലാ പ്രൊസീജിയറുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാർപ്പാപ്പയുടെ മരണം അനൗൺസ് ചെയ്തതിന് ശേഷമുള്ള 9 ദിവസ കാലഘട്ടമാണ് ഒരു മോർണിംഗ് പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദുഃഖാചരണത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണം നടന്ന് 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിലാണ് മാർപ്പാപ്പയുടെ മരണാനന്തര ചടങ്ങുകളും മൃതസംസ്കാരവും ഒക്കെ പൊതുവെ നടത്തപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ലയിങ് ഇൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കാലം ചെയ്ത മാർപ്പാപ്പയുടെ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കുകയാണ് ചെയ്തത്. ആദ്യം അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത്, അതിനുശേഷം അവിടെ നിന്നും പ്രൊസഷനായിട്ട് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഏകദേശം 3 ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ ശരീരം പൊതുദർശനത്തിന് വയ്ക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ടിട്ട് ചെറിയ ചില മാറ്റങ്ങളുണ്ട് എന്ന് കാണാം. സാധാരണയായിട്ട് മാർപ്പാപ്പമാരുടെ ശരീരം ഒരു എലവേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലായിരുന്നു വെച്ചിരുന്നത് എങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരം ഇങ്ങനെ എലവേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വെക്കുന്നതിന് പകരം തുറന്നിരിക്കുന്ന ഒരു കോഫിനുള്ളിൽ വെച്ചാൽ മതി എന്നാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മാറ്റമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ഘട്ടമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡീൻ ഓഫ് കോളേജ് ഓഫ് കാർഡിനൽസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇനി ഇതിന് ശേഷം സാധാരണയായിട്ട് ഒരു ട്രിപ്പിൾ ലെയേർഡ് കോഫിൻ, സൈപ്രസ്, ഓക്ക്, ലെഡ് ഇങ്ങനെ 3 ലെയറുകളുള്ള പ്രത്യേകമായി നിർമ്മിച്ച കോഫിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് മാർപ്പാപ്പമാരുടെ മൃതശരീരം സാധാരണയായിട്ട് സംസ്കരിക്കാറുള്ളത്. പക്ഷേ ഇവിടെയും ചില മാറ്റങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാണാം. ഒരു സിമ്പിളായിട്ടുള്ള വുഡൻ കോഫിനിൽ തൻ്റെ ശരീരം സംസ്കരിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി എവിടെയാണ് മാർപ്പാപ്പമാരുടെ മൃതശരീരം സംസ്കരിക്കേണ്ടത് എന്നും അവർക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കും. ഭൂരിഭാഗം പോപ്പുമാരുടെയും മൃതശരീരങ്ങൾ സംസ്കരിച്ചിരിക്കുന്നത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തന്നെയാണ് എന്ന് കാണാം. പക്ഷേ ഇവിടെയും ഫ്രാൻസിസ് മാർപ്പാപ്പ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. തൻ്റെ ശരീരം സംസ്കരിക്കേണ്ടത് റോമിലുള്ള സാന്റാ മരിയ ബസിലിക്കയിലായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മുന്നേ മറ്റൊരു മാർപ്പാപ്പയെ അവിടെ സംസ്കരിച്ചിരിക്കുന്നത് 1669 എന്ന് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രത്യേകതകൾ ഇദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ കാലം ചെയ്ത മാർപ്പാപ്പയുടെ മരണാനന്തര ചടങ്ങുകൾക്കും മൃതസംസ്കാരത്തിനും ശേഷവുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കോളേജ് ഓഫ് കാർഡിനൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോഡിയിലാണ് എന്ന് കാണാം. അപ്പോൾ ഈ കോളേജ് ഓഫ് കാർഡിനൽസിലുള്ളത് കാർഡിനൽ പദവിയിലിരിക്കുന്ന ആളുകളാണ് എന്ന് കാണാം. ഈ കാർഡിനൽ പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക് ശേഷം കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അധികാരമുള്ള ആളുകളാണ് ഈ കാർഡിനൽമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർഡിനൽസിൻ്റെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർദിനാൾമാരുടെ ഇടയിൽ നടക്കുന്ന ഒരു വോട്ടെടുപ്പിലൂടെയാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 250-ലധികം കാർഡിനൽസ് ഉണ്ടെങ്കിലും ഇവരിലെല്ലാവർക്കും ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. ഇതിൽ 80 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കാർഡിനൽസിനാണ് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ സാധിക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 135ഓളം പേരാണ് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മാർപ്പാപ്പയുടെ മരണശേഷം 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ ഈ കാർഡിനൽസിൻ്റെ ഒരു കോൺക്ലേവ് വിളിച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൻ്റെ അർത്ഥം ലോക്ക്ഡ് വിത്ത് എ കീ എന്നാണ്. AD 1274 മുതലാണ് ഈ ഒരു സമ്പ്രദായത്തിലൂടെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന കാർഡിനൽസ് എല്ലാം വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുറിയിൽ ഒത്തുകൂടുകയും രഹസ്യ സ്വഭാവത്തിൽ അവരുടെ ഇടയിൽ ഈ വോട്ടെടുപ്പ് നടത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മുറി പുറത്തുനിന്ന് ഒരു താക്കോലിട്ട് പൂട്ടുന്നു എന്ന് മാത്രമല്ല, രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനും പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസുകൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ട് ഈ കാർഡിനൽസും പുറം ലോകവുമായി യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അവർക്ക് ഫോൺ ഉപയോഗിക്കാനോ ലാപ്ടോപ്പ് ഉപയോഗിക്കാനോ ന്യൂസ് കാണാനോ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനോ ഒന്നും സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, 2013 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺക്ലേവ് നടക്കുന്ന അവസരത്തിൽ ഈ സിസ്റ്റീൻ ചാപ്പലിൻ്റെ പരിസരങ്ങളിലെല്ലാം സിഗ്നൽ ജാമറുകൾ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളും വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. ഇനി എങ്ങനെയാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ ബാലറ്റിലൂടെയാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ആർക്കാണ് ഒരു മാർപ്പാപ്പയായി മാറാൻ സാധിക്കുക? ഇപ്പോൾ കത്തോലിക്ക സഭയുടെ നിയമങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബാപ്റ്റൈസ്ഡ് ആയിട്ടുള്ള, മാമോദീസ മുങ്ങിയിട്ടുള്ള ഏതൊരു മെയിൽ അഡൽട്ടിനും, ഏതൊരു പുരുഷനായിട്ടുള്ള ആൾക്കും ഒരു മാർപ്പാപ്പയായി മാറാൻ വേണ്ടി സാധിക്കും. പക്ഷേ നിയമത്തിൽ അങ്ങനെയാണ് പറയുന്നത് എങ്കിലും സാധാരണയായി ഈ കാർഡിനൽസിൻ്റെ ഇടയിലുള്ള ഒരാളെ ആയിരിക്കും അവർ ഒരു പുതിയ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കുക. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1513 ലിയോ 10 എന്ന് പറഞ്ഞിട്ടുള്ള മാർപ്പാപ്പ ഒരു പ്രീസ്റ്റ് പോലും ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു നോൺ പ്രീസ്റ്റ് ആയിട്ടുള്ള ഒരാളെ അവസാനമായി മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത് 1513 നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, എത്ര വോട്ടുകൾ കിട്ടിയാലാണ് ഒരാളെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുക? ഒരാൾക്ക് മാർപ്പാപ്പയായി മാറണമെങ്കിൽ എത്ര വോട്ടുകൾ കിട്ടണം? ഇവിടെ ഈ കോൺക്ലേവിൽ ചെയ്യുന്ന മുഴുവൻ വോട്ടുകളുടെ 3/2 വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ 3/2 ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ ഒരാളെ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ ഈ കോൺക്ലേവ് നടക്കുന്ന ആദ്യത്തെ ദിവസം ഒരൊറ്റ റൗണ്ട് വോട്ടിംഗ് മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം 4 റൗണ്ട് വോട്ടിങ്ങുകൾ വീതം നടക്കും. അപ്പോൾ ഈ ഓരോ വോട്ടിങ്ങുകളും നടന്നതിന് ശേഷം ആർക്കെങ്കിലും 3/2 ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ 3/2 ഭൂരിപക്ഷം കിട്ടുന്നിടം വരെ ഈ വോട്ടിംഗ് തുടർന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് ഉണ്ടായേക്കാം, ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം നിലവിൽ വന്നതിന് ശേഷം CE 1314 2 വർഷത്തെ വോട്ടെടുപ്പിന് ശേഷമാണ് ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇവിടെ മറ്റൊരു കാര്യവും കൂടെ സംഭവിക്കുന്നുണ്ട്. ഈ ഓരോ റൗണ്ട് വോട്ടെടുപ്പും കഴിയുമ്പോൾ ഇതിൻ്റെ ഫലം എന്തായി എന്ന് പുറത്തുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വോട്ടെടുത്ത എല്ലാ ബാലറ്റുകളും ഒരു നൂലിൽ തുന്നിച്ചേർക്കുകയും ഇതെല്ലാം കൂടെ ഒരു അടുപ്പിനുള്ളിലിട്ട് കത്തിക്കുകയും ചെയ്യും.
അപ്പോൾ ഈ വോട്ടെടുപ്പ് നടന്നിട്ട് ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ആർക്കും 2/3 വോട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ, ചില പ്രത്യേക കെമിക്കലുകൾ ഈ പേപ്പറുകൾക്കൊപ്പം ഇട്ട് കത്തിക്കുകയും അതിൻ്റെ ഭാഗമായി സിസ്റ്റീൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്നും കറുത്ത നിറത്തിലുള്ള പുക പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ പുറത്തുള്ള ആളുകൾക്ക് ഒരു പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആർക്കെങ്കിലും 2/3 വോട്ടുകൾ കിട്ടുകയോ അല്ലെങ്കിൽ പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പേപ്പറുകൾക്കൊപ്പം മറ്റ് ചില കെമിക്കലുകൾ ചേർക്കുകയും അതിൻ്റെ ഭാഗമായി സിസ്റ്റീൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്നും വെളുത്ത നിറത്തിലുള്ള പുക പുറത്തേക്ക് വരികയും അതിൻ്റെ ഭാഗമായി പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ഇത്തരത്തിൽ തിരഞ്ഞെടുത്ത ആളോട് താങ്കൾക്ക് മാർപ്പാപ്പയാവാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു വിധിയെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അംഗീകരിച്ചാൽ മാത്രമാണ് അദ്ദേഹത്തെ പുതിയ മാർപ്പാപ്പയായിട്ട് അനൗൺസ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരാളെ പുതിയ പോപ്പായി അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ളൊരു വലിയ പ്രൊസീജിയറാണ് ഒരു മാർപ്പാപ്പയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.